കൊല്ലത്ത് സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. പ്രതിഷേധിച്ച് കൊല്ലത്ത് നാളെ ABVP KSU വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, കൊല്ലത്ത് സ്കൂളിൽ വെച്ചാണ് വിദ്യാർത്ഥി ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇതിനെ പ്രതിഷേധിച്ച് കൊല്ലത്ത് നാളെ ABVPയുടെയും KSUവിന്റെയും വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും നാളെ കൊല്ലം ജില്ലയിൽ നാളെ ABVPയുടെയും KSUവിന്റെയും വിദ്യാഭ്യാസ ബന്ദ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ പഞ്ചായത്തിന്റെ ഈ തേവലക്കര സ്കൂളിന് സമീപത്തുള്ള പഞ്ചായത്തിന്റെ ഒരു പ്രതികരണവും കൂടി വന്നിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ ഈ ഒരു ഷെഡ് പണിയുമ്പോൾ ഈ സ്കൂൾ അധികൃതർ പഞ്ചായത്തിനോട് അനുമതി തേടാതെയാണ് ഈ ഷെഡ് പണിതത് എന്നൊരു കാര്യത്തിൽ കൂടി ഇപ്പോൾ നിലവിൽ വ്യക്തത വന്നിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് വീഴ്ച എന്ന രീതിയിലേക്ക് തന്നെ നിലവിൽ എന്തായാലും ഇത് ചൂണ്ടിക്കാട്ടേണ്ടി വരുന്നുണ്ട്. ഈ ഷെഡ് പണിയുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു അകലം പാലിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾ ആ ഒരു ഭാഗത്തേക്ക് കടക്കുന്നില്ല എന്ന രീതിയിലാണ് മാനേജ്മെന്റിന്റെ ഒരു വാദവും എന്തായാലും നിലവിൽ വന്നിരിക്കുന്നത്. എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ പഞ്ചായത്തും ഇപ്പോൾ കൈയൊഴിയുകയാണ് ഈ ഒരു സംഭവത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ. എന്തായാലും സ്കൂൾ മാനേജ്മെൻറ്റും കൃത്യമായ രീതിയിലൊരു ഉത്തരം പറയേണ്ടതുണ്ട്. വീഴ്ച ഈ ഒരു ഈ വൈദ്യുതി മേഖലയിലുള്ള ഒരു വീഴ്ച കൂടി എന്തായാലും ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടെന്ന് വേണം പറയാൻ. മിഥുൻ്റെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പൊതുദർശനങ്ങളിലേക്കൊക്കെ കടക്കുന്നുണ്ട്. എന്തായാലും നാളെ ABVPയും KSUവും കൃത്യമായ രീതിയിൽ തന്നെ ഒരു വിദ്യാഭ്യാസ ബന്ദ് നടത്താനാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ മേളത്തെ ഒരു ചെറിയൊരു ഇടവഴിയിലൂടെയാണ് ഈ മിഥുൻ ഈ മേളിൽ വന്ന, അല്ലെങ്കിൽ ഈ ഷീറ്റിന് മുകളിൽ വന്ന ഓടിൽ കിടക്കുന്ന മിഥുൻ്റെ ചെരുപ്പെടുക്കാൻ വേണ്ടി കയറുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. അവിടെ വെച്ച് മിഥുൻ തെന്നി വീഴുമ്പോഴാണ് മിഥുൻ പെട്ടെന്ന് ഈ വൈദ്യുതി ലൈനിലേക്ക് പിടിക്കുകയും ഷോക്ക് ഏൽക്കുകയും ചെയ്തത്. കൃത്യമായ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മിഥുൻ്റെ ജീവൻ രക്ഷിക്കാനായില്ലെന്ന് വേണം പറയാൻ. അടിയന്തരമായി KSUയുടെ ലൈനുകൾ പരിശോധന നടത്തി വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തേണ്ട കാര്യങ്ങളിലേക്കെല്ലാം ഇപ്പോൾ അന്വേഷണം പോകുന്നുണ്ട്. ഈ ഒരു വീഴ്ച, അല്ലെങ്കിൽ ഈ ഒരു വീഴ്ചയുടെ കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ട് എന്തായാലും പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൈക്കിൾ ഷെഡ് സ്ഥാപിച്ചത് എന്തെങ്കിലും അനുമതി ലഭിച്ചിരുന്നോ എന്നൊരു കാര്യത്തിൽ കൂടി ഒരു KSEB ഉദ്യോഗസ്ഥരുടെ ഒരു റിപ്പോർട്ടിൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ പ്രതികരണം. ഈ സൈക്കിൾ ഷെഡ് നിർമ്മിക്കുന്നതിൽ ഒരു അനുമതിയോ അല്ലെങ്കിൽ അത് സ്ഥാപിക്കുന്ന കാര്യത്തിനെ പറ്റി തങ്ങളോട് ഒരു അനുമതി ചോദിച്ചിട്ടില്ല എന്നൊരു കാര്യത്തിൽ കൂടി എന്തായാലും നിലവിൽ വ്യക്തത വന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കൃത്യമായ രീതിയിൽ ഈ KSEB ലൈൻ സ്ഥാപിച്ചിരിക്കുന്നതിൽ അകലം പാലിച്ചിട്ടില്ല. അതിനു പുറമെയാണ് ഈ ഷെഡും. ഈ കാണുന്നത് പോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് മിഥുൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും മിഥുൻ്റെ പൊക്കത്തിനുണ്ട് ആ ലൈന് എന്ന് വേണം പറയാൻ. ആ ഷെഡിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ കൃത്യമായ രീതിയിലൊരു അനാസ്ഥയാണ് നടത്തിയിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ എത്തിയിട്ടില്ല. വളരെ ലാഘവമായ മട്ടിലാണ് ഇപ്പോൾ സ്കൂൾ അധികൃതരും പറയുന്നത്. കുട്ടികൾ ആ ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കാറില്ല എന്നൊരു രീതിയിലേക്കാണ് പോകുന്നത്. എന്തായാലും 15 വർഷം മുമ്പ് സ്ഥാപിച്ചതാണ് ഈ സൈക്കിൾ ഷെഡ്. അതോടൊപ്പം തന്നെ 40 വർഷത്തോളം പഴക്കമുണ്ട് ഈ KCP ഈ സ്ഥാപിച്ച തൂണുകൾക്കും എന്ന് വേണം പറയാൻ. എന്തായാലും തേവലക്കര ബോയ്സ് സ്കൂളിൽ ഇന്ന് രാവിലെ ഏകദേശം 9 മണിയോട് കൂടിയാണ് മിഥുൻ എന്ന് പറയുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥി ഈ ഷെഡിന് മുകളിൽ ചെരുപ്പെടുക്കാൻ പോയ സമയത്ത് തെന്നി വീണ വൈദ്യുതി ലൈനിൽ പിടിച്ച് ഷോക്കേറ്റ് മരിച്ചത് എന്ന് വേണം പറയാൻ. എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഇലക്ട്രിക്കൽ സർക്കിളിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. ഒരു അകലം പാലിച്ചില്ല എന്നൊരു വീഴ്ചയിലേക്ക് എന്തായാലും ചൂണ്ടി കാണിക്കുന്നുണ്ട് എന്ന് വേണം. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും അതോടൊപ്പം തന്നെ വൈദ്യുതി മന്ത്രിയും അടക്കമുള്ളവർ ഒരു വിശദീകരണമായൊരു റിപ്പോർട്ട് തേടുന്നുണ്ട്. പരസ്പരം സ്കൂൾ അധികൃതരും അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ KSEB തമ്മിലൊരു വാക്കേറ്റം, അല്ലെങ്കിൽ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുക എന്നൊരു രീതിയിലേക്കാണ് ആ കാര്യങ്ങൾ കടക്കുന്നതെങ്കിലും കൃത്യമായ രീതിയിൽ ആരുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്നൊരു കാര്യത്തിൽ കൂടി എന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ഈ ഒരു കാര്യത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. ദീപ്തി. ശരി. കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധമായി നാളെ KSU ABVP വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.